ഏപ്രിൽ 9 നമുക്ക് സംസ്ഥാനത്ത് ഇലക്ഷൻ വരാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ, നമ്മുടെയൊക്കെ കയ്യിലുള്ള ഒരേ ഒരു ആയുധം എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയ പാർട്ടികളെയും രാഷ്ട്രീയക്കാരെയും നമുക്ക് തോന്നിവാസം പോലുള്ള ഓരോ ഓഫർ അങ്ങ് തരുമല്ലോ, അവരെ നിയന്ത്രിക്കാനുള്ള ഒരേ ഒരു മാർഗം, നമുക്ക് പ്രയോഗിക്കാനുള്ള ഒരു ആയുധം എന്ന് പറയുന്നത് നമ്മുടെ വോട്ടാണ്. പാവപ്പെട്ട ജനങ്ങളുടെയും സാധാരണക്കാരുടെയും കയ്യിൽ, എൻ്റെയും നിങ്ങളുടെയൊക്കെ കയ്യിൽ ഉള്ള ഒരേ ഒരു ആയുധം, ഇതിനെതിരെ, ഈ തോന്നിവാസത്തിനെതിരെ പ്രതികരിക്കാനുള്ള ഒരേ ഒരു ആയുധം എന്ന് പറയുന്നത് വോട്ടാണ്. അത് മറന്നു പോകരുത്. ഈ വോട്ടവകാശം വിനിയോഗിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം ഈ കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച്. അവരുടെ ഇപ്പം ഉള്ള ഗവൺമെൻറ് ആണെങ്കിൽ അവരുടെ ചെയ്തികൾ എന്താണ്, അവരുടെ നന്മ തിന്മകളെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കണം. അതിനകത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ നോക്കണം, വൈദ്യുതി ചാർജ് 5 തവണ കൂട്ടി, ഇലക്ട്രിസിറ്റിയുടെ ചാർജ് 5 തവണ കൂട്ടി, അത്രയേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 5 തവണ ഇലക്ട്രിസിറ്റി ചാർജ് കൂട്ടിക്കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താ? എല്ലാവരെയും ബാധിക്കത്തില്ലേ? അത് നമ്മുടെ മുഴുവൻ ആളുകളെയും ബാധിക്കും. അത് പാവപ്പെട്ടവനും പണക്കാരനൊന്നുമില്ല, എല്ലാവരെയും ബാധിക്കും. നമ്മുടെ രാജ്യത്തെ ഉൽപ്പാദന പ്രക്രിയകളെ മുഴുവൻ ബാധിക്കും, നമ്മുടെ നാട്ടിലെ. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഈ മറ്റ് ഉപഭോഗ വസ്തുക്കൾക്കെല്ലാം വില കൂടും. ഇനി അടുത്തത് അതുപോലെ വെള്ളക്കരം 3 ഇരട്ടി കൂട്ടി. വെള്ളമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? അത് 3 ഇരട്ടിയാണ് വെള്ളത്തിൻ്റെ കരം കൂട്ടിയേക്കുന്നത്. പിന്നെ കെട്ടിട നികുതി, ബിൽഡിംഗ് ടാക്സ് അത് വർദ്ധിപ്പിച്ചു. വീടുകളുടെ പെർമിറ്റ് ചാർജ്, ആരെങ്കിലും ഒരു വീട് പണിയാനായിട്ട് വളരെ കഷ്ടപ്പെട്ട് ഒരു പ്ലാനും ഒക്കെ വരച്ച് ഇതിൻ്റെ നടക്കും. അതിൻ്റെ പെർമിറ്റ് ചാർജ് എന്ന് പറയുന്നതൊക്കെ ഇപ്പം വഹിക്കാൻ പോലും പറ്റത്തില്ല, അത്രത്തോളം വലിയ തുകയാണ്. പാവപ്പെട്ട ആളുകളുണ്ടല്ലോ, വളരെ പാവപ്പെട്ടവർ, ഒരു ചെറിയ വീട് വെക്കാനായിട്ട് അതിനായാലും പെർമിഷൻ വേണമല്ലോ, വാങ്ങിക്കാൻ പോകും. ആയിരക്കണക്കിന് രൂപയാണ് നമ്മൾ കോർപ്പറേഷനിലും അല്ലെങ്കിൽ പഞ്ചായത്തിലായാലും മുനിസിപ്പാലിറ്റിയിലായാലും ഒക്കെ അടക്കേണ്ടത് കരം. ഈ രീതിയിൽ കൊള്ളയാണ് അത് നടക്കുന്നത്. പിന്നെ ഇന്ധന നികുതി, പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും അതിൻ്റെയും മുകളിലുള്ള ഇന്ധന നികുതി അങ്ങൂട്ടി. എക്സൈസ് ഡ്യൂട്ടി ഒന്നുമല്ല, നികുതി അങ്ങെടുത്തേക്കാണ്. കാരണം ഇവിടെ പിടിച്ചു പറിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് പിടിച്ചു പറിക്കുന്നത് കൂടാതെ സംസ്ഥാന സർക്കാരിനെ പിടിച്ചു പറിക്കാനുള്ള ഒരു മാർഗമാണ് അത്. കാരണം അതില്ലാതെ മാർഗമില്ല. ഇങ്ങനെ നികുതി കൂട്ടുമ്പോൾ ഏറ്റവും വലിയ കാരണം എല്ലാ വസ്തുക്കൾക്കും വില കൂടും. കാരണം ചരക്ക് ഗതാഗതം ഒന്നും നടക്കത്തില്ല, അതിനെല്ലാം ചിലവ് കൂടുകയാണ്. അപ്പം നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ് നമ്മുടേത്. കാരണം നമുക്കിവിടെ വലിയ ഈ ഉൽപ്പാദനമൊന്നുമില്ല. അഗ്രികൾച്ചർ അരി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആന്ധ്രയിലോട്ട് നോക്കിയിരിക്കണം, അല്ലെങ്കിൽ പഞ്ചാബിലോട്ടും അവിടെ ഇവിടെയൊക്കെ നോക്കിയിരിക്കണം. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഗതികേട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഇതിവിടെ വരണമെങ്കിലുള്ള ചിലവൊന്നും ആലോചിച്ച് നോക്കിക്കോളൂ. പിന്നെ പലവ്യഞ്ജനങ്ങൾ മുഴുവൻ, ഉള്ളി, ഉരുളക്കിഴങ്ങ്, എല്ലാ സാധനങ്ങളും, മുഴുവൻ സാധനങ്ങളും, സവാളയായാലും അതുപോലെ പച്ചക്കറി, ഇതെല്ലാം ഇങ്ങനെ വരണം. അപ്പോൾ അതിൻ്റെ എല്ലാം ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എന്ന് പറയുന്നത് വളരെ വലിയ വർധനയാണ് അതിലുണ്ടായത്. അപ്പോൾ ഈ സാധനങ്ങളുടെ വിലയെല്ലാം കൂടും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ, നമ്മൾ ഇന്ന് വാങ്ങിച്ചിരുന്ന സാധനത്തിന് എത്ര രൂപയ്ക്ക് നമുക്ക് 1 കിലോയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്നു, ഇന്ന് അതിൻ്റെ വില എത്രയാണ് എന്നൊന്ന് ചിന്തിച്ചാൽ മതി. അത് ചിന്തിക്കണം, മറന്നു പോകരുത്. കാരണം നമ്മളിത് മറക്കുന്നതാണ് ഇവരുടെ എല്ലാം വളം. നമുക്ക് ഈ മറക്കാനുള്ള കഴിവ് മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. ഇത് ഇരുന്നങ്ങ് പറഞ്ഞോളും, പറയുമ്പോൾ ഞങ്ങളല്ലേ എല്ലാം, ഞങ്ങളെ ഇങ്ങനെ പുളുത്തുന്നുണ്ട്, നിങ്ങൾക്ക് വായിലോട്ട് ഇതുപോലെ വാരി തന്നുകൊണ്ടിരിക്കുകയാണ്, ഇതെല്ലാം അങ്ങ് പറയും. എന്നിട്ട് കുറേ പരസ്യങ്ങൾ നമ്മളെ കാണിക്കും. അത് ഈ വീണു പോകരുത്, നിങ്ങൾ ചതിവ് പറ്റരുത്. പിന്നെ ആശുപത്രികളിൽ അതായത് സർക്കാർ ആശുപത്രികളിലെ OP ടിക്കറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ വരെ പൈസ കൂടി. OP ടിക്കറ്റിന് വരെ പൈസ കൂട്ടിയെടുത്തു, OP ടിക്കറ്റിന്. അതാണ് കാര്യം. പിന്നെ മദ്യത്തിൻ്റെയും ലോട്ടറിയുടെയും വില കൂട്ടി. ലോട്ടറി വിറ്റ് ജീവിക്കുന്ന ഒരുപാട് പാവങ്ങൾ, അതായത് ഒന്നും വയ്യാത്ത ആളുകളാണ് ഈ ലോട്ടറി വിൽക്കുന്നത്. ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നവരെ കുറിച്ച് എനിക്ക് വലിയ മതിപ്പൊന്നുമില്ല. കാരണം അത് ഈ അത്യാഗ്രഹം കൊണ്ട് എടുക്കുന്നതാണ്, പെട്ടെന്ന് പണക്കാരനാവാനുള്ള ആഗ്രഹം, ഗാംബ്ലിങ്ങിൽ ഇടപെടുകയാണ്. പക്ഷേ ഈ സാധനം വിറ്റ് ജീവിക്കുന്ന ഭിന്നശേഷിക്കാരായിട്ടുള്ള സഹോദരങ്ങൾ ധാരാളമുണ്ട്. വീട്ടിലൊന്നും ഒരു ചെലവിനും കിട്ടാതെ മക്കൾ പോലും നോക്കാൻ നടക്കുന്ന, മക്കളില്ലാത്ത, ആരും നോക്കാനില്ലാത്ത അശരണരായിട്ടുള്ള വൃദ്ധർ
സ്ത്രീകളും പുരുഷന്മാരും അവരൊക്കെ ഇതുകൊണ്ട് നിൽക്കുന്ന ഉപജീവനം കഴിക്കുന്നുണ്ട്. അതിനൊക്കെ ഇതിൻ്റെ എല്ലാം ഇതേപോലെ തന്നെ വില കൂട്ടി. മദ്യത്തിൻ്റെ തന്നെ വില കൂട്ടിയതിന് അത് മദ്യം കഴിക്കുന്നവർക്ക് വലിയ നഷ്ടം ഉണ്ടാവും. പക്ഷേ കാരണം എന്താണെന്നറിയോ, ഇതിൻ്റെ വില കൂട്ടിയാലുള്ള പ്രശ്നം, ഇതിൻ്റെ വില കൂട്ടി കഴിഞ്ഞാൽ ഈ കുടിക്കുന്നവന്മാർ എത്ര പൈസ കൊടുത്താലും വാങ്ങിച്ചു കുടിക്കും. അതങ്ങ് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുടിക്കുന്നവരല്ലേ, അതുകൊണ്ട് വലിയ പ്രശ്നമല്ലല്ലോ നമ്മൾ പറയും. ഈ പ്രശ്നമൊക്കെ ഓരോ വീടുകളിലാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഇപ്പോൾ അവൻ്റെ വീട്ടിൽ നിന്ന് യഥാർത്ഥത്തിൽ ഒരു 200 രൂപയ്ക്ക് കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തൻ അത് അങ്ങ് 500 രൂപ ആയി കഴിയുമ്പം അവൻ്റെ വീട്ടിൽ ഈ അധികം കൊടുത്തുകൊണ്ടിരുന്ന ആ 300 രൂപ വീണ്ടും കട്ട് ചെയ്യുകയാണ്. അത് പോയി കഴിഞ്ഞു. ഇതാണ് കാര്യം. പിന്നെ അതുപോലെ ഓട്ടോറിക്ഷ അടക്കമുള്ള വാഹനങ്ങളുടെ എല്ലാം പെർമിറ്റ് ചാർജ് ഇതെല്ലാം കൂട്ടി. ഇനി എന്തോ കൂട്ടാത്തത്? ഞാൻ ചോദിക്കട്ടെ, LDF അല്ലാതെ മറ്റാരുണ്ട് ഇങ്ങനെ ചെയ്യാൻ? ഇതുപോലെ പിഴിയാൻ വേറെ ആരുണ്ട്? LDF വരും, നമ്മളെ രക്ഷിക്കും കേട്ടോ. അതാണ് വേണ്ടത്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ചിന്തിക്കണം. വേറൊരു സർക്കാരിനെ നിങ്ങളൊന്ന് തിരഞ്ഞെടുക്ക്, നോക്കട്ടെ. അപ്പോൾ ഈ പറയുന്ന വർത്തമാനമൊക്കെ ഞാൻ അവരെക്കുറിച്ചായാലും ശരി ഞാൻ അതുപോലെ പറയും. ജനങ്ങളെ ദ്രോഹിക്കുന്ന എന്ത് കണ്ടാലും അതിനകത്ത് പ്രതികരിച്ചേ പറ്റൂ. അതുകൊണ്ട് പ്രതികരിക്കുന്നതാണ്. അല്ലാതെ വേറെ രാഷ്ട്രീയമൊന്നുമല്ല ഈ പറയുന്നത്. ഈ നടന്ന സംഭവങ്ങളാണിത്. ഇതൊന്ന് ചിന്തിക്കണം. വോട്ട് അങ്ങോട്ട് ചെല്ലാൻ നേരത്തെ, വിരലങ്ങോട്ട് അമർത്താൻ നേരത്തെ മനസ്സിൽ ഈ ഒരു ഓർമ്മ വേണം. യവന്മാർ നമ്മൾക്ക് ഇങ്ങനെ ചെയ്തേക്കുന്നവന്മാരാണ്, ഇവരെ വേണോ വേണ്ടോ നിങ്ങളൊന്ന് ആലോചിക്കണം. എന്നാലും ഞാൻ പറയുകയാണ്, നിങ്ങൾ ആ രാഷ്ട്രീയം മാത്രം നോക്കണ്ട. ചിലപ്പോൾ നല്ലൊരു സ്ഥാനാർത്ഥിയായിരിക്കും നിൽക്കുന്നത്, അയാൾ ഇതിനൊന്നും ഉത്തരവാദിയായിരിക്കത്തില്ല. എന്നിട്ട് രാഷ്ട്രീയം അവിടെ നോക്കണ്ട. ആ നല്ല ആളിനെ നോക്കി അന്തസ്സായിട്ട് പ്രവർത്തിക്കുന്നവനെ, സമൂഹത്തിനെ സേവിക്കാനുള്ള മനസ്ഥിതിയുള്ളവനെ നോക്കിയെടുക്കുക. അല്ലാതെ മുതലാളിമാരെ അല്ല, രാഷ്ട്രീയ മുതലാളിമാരെ അല്ല നിങ്ങൾ നോക്കേണ്ടത്. അല്ലാതെ നോക്കണം. രാഷ്ട്രീയ മുതലാളിയുടെ മുഖം കണ്ടുകൊണ്ട് നിങ്ങൾ വോട്ട് ചെയ്യാൻ പോരുത്. അതല്ല വേണ്ടത്.